ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഓർഡർ ചോദ്യം നമ്പർ 31 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ബഹുമാനപ്പെട്ട ധനകാര്യവും കർമ്മ മന്ത്രി. സർ, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വകുപ്പിൽ നടപ്പാക്കിയിട്ടുള്ള IFM സംവിധാനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര ഏജൻസിയായ NIC തയ്യാറാക്കിയിട്ടുള്ള വിവിധ മോഡ്യൂളുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം ആയത് യഥാസമയം തന്നെ NIC അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്ത് പരിഹരിച്ചു വരുന്നു. ഇതിൻ്റെ ഭാഗമായി ടെസ്റ്റ് റണ്ണും സെക്യൂരിറ്റി ഓഡിറ്റും നടത്തുകയും കണ്ടെത്തുന്ന ന്യൂനതകൾ പരിഹരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക പഴുതുകളും അടച്ചുകൊണ്ടാണ് ട്രഷറി സോഫ്റ്റ്വെയർ പ്രവർത്തനം സജ്ജമാക്കിയിട്ടുള്ളത്. ബി, തിരുവനന്തപുരം വഞ്ചിയൂർ അഡീഷണൽ സബ് ട്രഷറിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. പ്രസ്തുത കേസിൽ ക്രിമിനൽ കേസും വകുപ്പ് തല നടപടിയുമുണ്ട്. സി, വഞ്ചിയൂർ അഡീഷണൽ സബ് ട്രഷറിയിൽ നടന്ന ക്രമക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ ട്രഷറി ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിലേക്കായി ബിൽ ചെക്ക് സ്ക്രൂട്ടിനി ലെവലിലോ പാസാക്കിയതിന് ശേഷമോ ക്യാൻസൽ ചെയ്യുന്നുള്ള സംവിധാനം ട്രഷറി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ജീവനക്കാർ വിരമിച്ചാലോ ലീവിൽ പ്രവേശിച്ചാലോ സസ്പെൻഷനിലായാലോ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും സ്വയം നിർജ്ജീവമാകുന്നതിനുള്ള സംവിധാനവും നടപ്പിലാക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ വ്യക്തിഗത പാസ്വേഡിനോടൊപ്പം മൊബൈൽ, ഇമെയിൽ മുഖാന്തരം ഡെയിലി പാസ്വേഡ് കൂടി ലഭ്യമാക്കി ഇടപാടിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇടപാടുകൾ നടത്തുന്ന ട്രഷറി ജീവനക്കാരുടെ അടിസ്ഥാന ഔദ്യോഗിക രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ആയത് സ്പാർക്കുമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ട്രഷറി സോഫ്റ്റ്വെയർസിൻ്റെ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുന്നതിനും ട്രഷറിയിലെ ക്രമക്കേടുകൾ തടയുന്നതിനുമായി വകുപ്പ് തല പരിശോധന ശക്തിപ്പെടുത്തുന്നതിനും ട്രഷറി സോഫ്റ്റ്വെയറിൽ അനിവാര്യമായ ക്രമീകരണങ്ങൾ കാലാകാലങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സർ, അങ്ങയുടെ മറുപടിയിൽ സോഫ്റ്റ്വെയറിൽ തകരാറൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അങ്ങ് സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സംസ്ഥാന ട്രഷറിയിൽ IFS ഓൺലൈൻ നടപ്പിലാക്കിയത് 2017-ലാണ്. കാലങ്ങളായി തകരാറിലാകുന്ന സോഫ്റ്റ്വെയർ അതിൻ്റെ പരിഗണന നൽകി ശരിയാക്കുന്നില്ല എന്നാണ് പലപ്പോഴും നമുക്ക് ഇത്തരം തട്ടിപ്പുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കുമായിരുന്നില്ല. ചിലപ്പോൾ പണം മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ തന്നെ അത് വീണ്ടും അതേ ശേഷിപ്പ് അവിടെ കാണാൻ സാധിക്കുന്നു എന്നാണ് പലപ്പോഴും അക്കൗണ്ടുകളിലൂടെ തന്നെ പലരിലൂടെയും കാണാനും കഴിയുന്നത്. സർ, പുതിയ സോഫ്റ്റ്വെയർ തന്നെ പഴയതിലുള്ള സൗകര്യം പോലും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് MLA-മാരുടെ ലോൺ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സോഫ്റ്റ്വെയർ വന്നതിന് മുമ്പേ അവർക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി ലഭിക്കുമായിരുന്നു. ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ പോലുമുള്ള സൗകര്യം അതിലില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സർ, അതുപോലെ തന്നെ ഈ പുതിയ അക്കൗണ്ടിൽ നിന്ന് ആവശ്യമായ പണം ഇല്ലെങ്കിലും പണം കൈമാറാൻ കഴിയാവുന്ന ഒരു തരത്തിൽ ഉള്ള മേൽനോട്ടം വഹിക്കുന്ന NIC ബന്ധപ്പെടാനും പരാതികൾ അറിയിക്കുവാനും സംസ്ഥാന തലത്തിൽ തന്നെ ട്രഷറിയിൽ ഒരു ചീഫ് കോർഡിനേറ്റർ ഉണ്ട്. അദ്ദേഹത്തിന് അതിന് മാത്രമായ സാങ്കേതിക പരിജ്ഞാനം ഇല്ല എന്നാണ് അറിയുന്നത്. സോ അത്തരം പരിജ്ഞാനമില്ലാത്ത ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും സോഫ്റ്റ്വെയറിലെ ഈ പരാതികൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ തരത്തിലൂടെയുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, അത് നിർത്തുന്നതിന് വേണ്ടി സാങ്കേതിക പരിജ്ഞാനമുള്ള അറിവുകൾ നൽകാൻ, ജീവനക്കാർക്ക് നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ട്രഷറി സോഫ്റ്റ്വെയർ കേരളത്തിലേതാണ്. നമ്മൾ ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു അവതരണം ഡൽഹിയിൽ നടത്തുകയും ചെയ്തു. വളരെ വലിയ പ്രശംസയാണ് കേരളത്തിലെ ഈ
നടപടിക്ക് കിട്ടിയിട്ടുള്ളത്. അതിപ്പോൾ ഈ സർക്കാരിൻ്റെ മാത്രമൊന്നുമല്ല, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ തുടങ്ങിയാണെങ്കിലും ഈ സോഫ്റ്റ് നിർമ്മാണത്തിൻ്റെ 80% പ്രവൃത്തികളും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് പൂർത്തീകരിച്ചത്. ബാക്കി ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ളത്. ഇത് ചെയ്തത് പൂർണ്ണമായിട്ടും NIC ആണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ NIC ആണ് തീർത്തുന്നത്. NICയുടെ ഒരു യൂണിറ്റ് അതിനു വേണ്ടിയുണ്ട്. അവരുടെ കീഴിലാണ് നമ്മുടെ സാങ്കേതിക വിദ്യ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ അങ്ങനൊരു മോശം എന്നൊരു നിഗമനത്തിലേക്ക് സഭ എത്തരുത്. എന്നാൽ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും തുടക്കത്തിൽ ഒരുപാട് ഗ്ലിച്ചസ് ഉണ്ടാവും. അത് കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നടന്ന ക്രമക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ 2 നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒന്ന് സെക്യൂരിറ്റി ഓഡിറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയെ കൊണ്ട് സെക്യൂരിറ്റി ഓഡിറ്റ് തറായിട്ട് നടത്താം. 2 ഫങ്ഷണൽ ഓഡിറ്റ്. അപ്പം അതിൽ ഫങ്ഷണൽ ഓഡിറ്റ് പുറത്തുള്ള ഏജൻസിയെ കൊണ്ട് നടത്തുന്നുണ്ട്, നമ്മുടെ തന്നെ ടീമും നടത്തുന്നുണ്ട്. ഈ ഫങ്ഷണൽ ഓഡിറ്റ് നടത്തുന്നതിന് ചില കാലതാമസങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുകയാണ്. കാരണം ഫങ്ഷണൽ ഓഡിറ്റ് നമ്മൾ നടത്തുമ്പോൾ ട്രഷറി സിസ്റ്റം നമ്മൾ ഫ്രീസ് ചെയ്യണം. അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 2 വർഷങ്ങൾ ഒരുപാട് ട്രഷറി ക്രമീകരണങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. പണത്തിൻ്റെ ഞെരുക്കത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉദാഹരണത്തിന് DBT, ഡിസ്കൗണ്ടിങ് സിസ്റ്റം, ഇങ്ങനെയൊക്കെ നിരന്തരം മാറ്റം വരുത്തുന്നതുകൊണ്ട് ഇതൊക്കെ നിർത്തിവെപ്പിച്ചിട്ട് നമുക്ക് ഫങ്ഷണൽ ഓഡിറ്റിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ഫ്രീസ് ചെയ്ത് ഫങ്ഷണൽ ഓഡിറ്റ് നടത്തുകയാണ്. ഞാൻ പറയുന്നു, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല ട്രഷറി സോഫ്റ്റ്വെയർ നമ്മുടേതാണ് എന്നതിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. താങ്കൾ പറഞ്ഞത് ശരിയാണ്. കേരളത്തിലെ ട്രഷറികൾ ഏറ്റവും നല്ല പിന്നെ ഒരു ധനകാര്യ സ്ഥാപനം തന്നെയാണ് സർ. അതുകൊണ്ടാണല്ലോ സർ പിന്നെ ഇവിടെ കേരളത്തിലെ ട്രഷറികളിൽ ഏകദേശം പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ പിന്നെ ഇതിലെ അക്കൗണ്ടുകൾ എടുക്കുന്നതും അതുപോലെ തന്നെ 6.7 ലക്ഷം SB അക്കൗണ്ടുകൾ ഇതിലുണ്ട്. 5 ലക്ഷം സ്ഥിര നിക്ഷേപകരുണ്ട് സർ. 4 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ നൽകുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു ധനകാര്യ സ്ഥാപനത്തിലുള്ള ഈ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന് തന്നെയാണ് സർ. അല്ലാതെ അതിനെ മോശമാക്കാൻ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് സർ. അങ്ങ് പറഞ്ഞു തിരുവനന്തപുരം കാട്ടാക്കടയിൽ നടന്ന ഈ തട്ടിപ്പ് സർ, അത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെന്താണ് ഇവിടെ പിന്നെ മലപ്പുറം ജില്ലയിലെ പൊന്നാലിയിലും ചങ്ങരംകുളത്തും ഇതുപോലെ 2018-ലും 2017-ലും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ട്രഷറിയിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് സർ. അന്നൊക്കെ സംഭവിച്ചത് കണ്ടുപിടിക്കപ്പെട്ട ആളുകളെ, അത് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ ആളുകളെ ശിക്ഷിക്കാതിരിക്കുകയും അവരെ പിന്നെന്താണ് തട്ടിപ്പ് നടത്തിയ ആളുകളെ സംരക്ഷിക്കുകയുമാണ് ചെയ്തത് സർ. അതിന് പകരമായി ഇങ്ങനെയുള്ള ഈ തട്ടിപ്പ് ഇത്രയും ആളുകളുടെ വിശ്വാസ്യതയാണ് ട്രഷറികൾ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ആ വിശ്വാസ്യത നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ പിരിച്ചുവിടലടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ സർ? കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ട്രഷറിയുടെ വിശ്വാസ്യത തകർക്കുന്ന ഒരു ഏർപ്പാടുകളും ഉണ്ടാവില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 3 പേരെ ട്രഷറിയിൽ നിന്ന് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. അത് 2 പേര് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരാണ്. 1/2 നൂറ്റാണ്ട് കാലത്തെ ട്രഷറി അനുഭവം എടുത്തിട്ടുണ്ടെങ്കിൽ 9 പേരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. 2 മുന്നണിയുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ കണക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയാക്കുന്നില്ല. നമ്മൾ വളരെ കർശനമായിട്ടുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു ഗുണമുണ്ട്, എല്ലാ കാര്യങ്ങളും മാനുവലായിട്ട് നടക്കുമ്പോൾ തട്ടിപ്പ് അത് അന്വേഷിച്ച് എൻ്റെ പുറകെ നടന്നാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതേസമയത്ത് ഇന്നിപ്പോൾ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഇത് പൊന്തി വരും, മുടക്കും, ആരും സംശയമില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇതിൻ്റെ എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വല്പം കൂടുതൽ 6-7 എണ്ണം വന്നിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ധനകാര്യ സ്ഥാപനങ്ങളിലെ തട്ടിപ്പിൻ്റെ വ്യാപ്തി കണക്കാക്കുമ്പോഴാണ് നമ്മുടെ ട്രഷറിയുടെ മികവ് മനസ്സിലാക്കാൻ. ഞാൻ
2019 റിസർവ് ബാങ്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് വായിക്കാം. 2020 വന്നു, ഞാൻ 19 എടുക്കുന്നത്. 4412 ബാങ്കിങ് ക്രമക്കേടുകളും തട്ടിച്ചത് 1,13,000 കോടി രൂപയാണ്. അതിക്ക് മുമ്പുള്ള വർഷം 6,881 കേസുകളിൽ നിന്നായി 71,000 കോടിയാണ് തട്ടിപ്പ്. ഇതിന്റെ ഭാഗമായിട്ട് ഈ തട്ടിപ്പുകൾക്കെതിരായിട്ട് ബാങ്കുകൾ അനിവാര്യമായിട്ട് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഇൻഷുർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഏജൻസിക്ക് ഇങ്ങനെ എത്രമാത്രം തട്ടിപ്പുണ്ടാവും റാഷണലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റും എന്നുള്ളതാണ്. ഇത് വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ട്രഷറി എത്ര സുരക്ഷിതമാണെന്ന് മനസ്സിലാവുക. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ബാങ്കിലൊരു തട്ടിപ്പിനെ കുറിച്ച് നിയമസഭയിൽ ചോദ്യം വരില്ല, ചോദിക്കാൻ ആളുണ്ട്, പറയാൻ ആളുണ്ട്. ആ മേൽനോട്ടം, ജനകീയ മേൽനോട്ടം, അത് മറ്റൊരു സ്ഥാപനത്തിന് മേലും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഈ തട്ടിപ്പെല്ലാം കുറഞ്ഞിരിക്കുന്നത്, ട്രഷറി സുരക്ഷിതമായിരിക്കുന്നത്. ശ്രീ പി കെ അബ്ദുറബിന് പകരം ശ്രീ പി ഉബൈദുള്ള. നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രഷറിയിൽ 2.5 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നത്. ആകെ തട്ടിപ്പും വെട്ടിപ്പോയതുകൊണ്ട് അതേ ലാഘവത്തോടു കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ കാണുന്നത് എന്നാണ് സർ അങ്ങയുടെ മറുപടി വ്യക്തമാക്കുന്നത്. സർ, തിരുവനന്തപുരം വഞ്ചൂർ അഡീഷണൽ സബ് രജിസ്ട്രിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്ര ഗൗരവമായ ഒരു വിഷയം ട്രഷറിയുടെ വിശ്വാസം തകർക്കും വിധം ട്രഷറി തട്ടിപ്പ് കൂടുതൽ വർദ്ധിച്ചു വരുമ്പോൾ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ലാഘവത്തോട് മറുപടി പറയാം. ഇത് ഇടത് അനുകൂല സർവീസ് സംഘടനയുടെ നേതാവാണ് തട്ടിപ്പ് നടത്തിയത് എന്നതുകൊണ്ടാണ് സർ വിജിലൻസ് അന്വേഷണം നടത്താത്തത്. ഈ കേസിൽ ക്രിമിനൽ കേസും വകുപ്പ് തല നടപടിയും ഉണ്ട് എന്ന ഒരു ഒറ്റവരി മറുപടിയാണ്. എന്ത് വകുപ്പ് തല അന്വേഷണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്, എന്ത് നടപടിയാണ് സ്വീകരിച്ചത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കുമോ? ഇടതുപക്ഷ നേതാവോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അദ്ദേഹം ഇപ്പോ സർവീസിന് പുറത്താണ്, സമ്മറി ഡിസ്മിസൽ. എക്സ്പ്ലനേഷൻ പോലും കാത്തുനിന്നില്ല, കാരണം ഒളിവിൽ പോയി. സമ്മറി ഡിസ്മിസൽ നടത്തിയിരിക്കുകയാണ്. ഇനി സർക്കാരിന്റെ പ്രാഥമിക നിഗമനം ഇത് ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഒറ്റപ്പെട്ടത്. അതിന് പിന്നിൽ വേറൊരു ഗൂഢാലോചന നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷെ അതിന്റെ പരിശോധന നടത്താൻ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. അതെന്തെന്നാണ് ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ചത്. ഒന്ന്, ഈ വ്യക്തിയുടെ സർവീസ് കാലഘട്ടത്തിലെ മുഴുവൻ ഇടപാടുകളും പരിശോധിക്കും, നടന്നുകൊണ്ടിരിക്കുന്നു. 2, ഇതുപോലുള്ള കേസുകൾ, ഉദാഹരണത്തിന് കളക്ടർമാരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ മൈനസ് ചില സന്ദർഭങ്ങളിൽ വരുന്നു. ഇങ്ങനെ സംശയാസ്പദം ആയിട്ടുള്ള എല്ലാ കേസുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന ട്രഷറി മുഴുവനുമുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഒരു നല്ല കാര്യം സഭയെ അറിയിക്കാനുള്ളത്, ഇതുവരെ വേറൊരു കേസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല. മൂന്നാമതൊരു നടപടി എടുത്തിട്ടുള്ളത്, ഇപ്പം ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ചെയ്തു. ഒന്ന്, ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ ഉള്ള പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് സ്പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. 2, ഒരാൾക്ക് അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്നല്ലാതെ വേറെ കമ്പ്യൂട്ടറിൽ നിന്ന് പാസ്വേഡ് വെച്ച് ആക്സസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. 3, അദ്ദേഹത്തിൻ്റെ പാസ്വേഡിന് പുറമെ OTP, അതത് ദിവസത്തേക്ക് ഉള്ള OTP ജനറേറ്റ് ചെയ്തിട്ട് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അടിയന്തരമായ നടപടി ഇക്കാര്യത്തിൽ ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അന്വേഷണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളുണ്ട്. സർ, ട്രഷറി തട്ടിപ്പിനെ കുറിച്ച് എൻ്റെ സഹപ്രവർത്തകർ വളരെ സ്പഷ്ടമായി ചോദിച്ചു. എനിക്ക് തട്ടിപ്പിനെ കുറിച്ചല്ല സർ ചോദിക്കാനുള്ളത്.
നമ്മുടെ ഈ ട്രഷറി നിയന്ത്രണത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ട്രഷറിയിൽ ബില്ലുകൾ വന്നാൽ അത് മാറിക്കൊടുക്കാതെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു പ്രസ്താവന ഈ അടുത്ത ദിവസം പത്രത്തിൽ കണ്ടു. നമ്മുടെ ട്രഷറിയിലേക്ക് ആരും ഇനി നിക്ഷേപവുമായി വരേണ്ട, അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വിരോധാഭാസമായി തോന്നുന്നു സർ. കാരണം ട്രഷറി സ്ഥിര നിക്ഷേപ പലിശ 8.5% നിന്ന് 8% കുറച്ചതുകൊണ്ട് ധാരാളം ആളുകൾ ഇങ്ങനെ നിക്ഷേപവുമായി വരുന്നുണ്ട്. അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ 8.5%-നും 8%-നും നമുക്ക് ധാരാളം പണം ഇവിടുന്ന് കിട്ടുമ്പോൾ ഈ മസാല ബോണ്ടിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പലിശ 9.723 ആണ് സർ. ഇത്രയും പലിശ നൽകി ഈ മസാല ബോണ്ടിൽ നിന്ന് എന്തിനാണ് നമ്മൾ പണം എടുക്കുന്നത്? നമ്മളെ സംസ്ഥാനത്ത് തന്നെ ധാരാളം പണമുണ്ടല്ലോ. 8%-നും 8%-നും സംസ്ഥാനത്ത് നിന്ന് തന്നെ പണം കിട്ടുമ്പോൾ ഈ മസാല ബോണ്ടിന് 9% പലിശ നിരക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മെമ്പർ മനസ്സിലാക്കേണ്ടത് പലിശ എന്ന് പറയുന്നത് മാറ്റമില്ലാതെ നിൽക്കുന്ന ഒന്നല്ല, മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പം എന്താ 8.5% പലിശ വന്നത്? നേരത്തെ ഇന്ത്യയിലെ പലിശ 8.5 അന്ന് നമ്മൾ 8.5. ഇപ്പോൾ പലിശ 7.8 കുറഞ്ഞിട്ടും നമ്മൾ കുറച്ചില്ല. അതുകൊണ്ട് ഇപ്പം 0.5% കുറച്ചു. എന്തുകൊണ്ടാണ്? 8.5 ആകുമ്പോൾ ഒത്തിരി പേര് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നന്നല്ലെന്ന് ചിന്തിച്ചേക്കാം. അതെ, ഇപ്പം നന്നാണ്. പക്ഷേ അടുത്ത വർഷം എത്രയാണോ ഇങ്ങനെ വന്നത് അത്രയും നമ്മുടെ വായ്പയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര ഞങ്ങൾ ഇങ്ങനെ വായ്പ എടുക്കുള്ളൂ എന്ന്. അപ്പോൾ റിസർവ് ബാങ്കായിട്ട് സംബന്ധിച്ച് തർക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മിതത്വം പാലിക്കണം എന്നുള്ളത് കൊണ്ടാണ് അന്ന് എടുത്തത് ശരി. ഇന്നിപ്പോൾ 9% പലിശക്കെടുക്കാൻ പോയ വട്ടാന്ന് പറയും. ഇല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലിശ നിരക്കിൽ ഇങ്ങനെ മാറ്റം വരും. ആ മാറ്റം മനസ്സിലാക്കി നമ്മുടെ പലിശയിലും നമ്മൾ മാറ്റേണ്ടി വരും. അത് തെറ്റില്ല, അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അന്ന് 9% വരെ ഞങ്ങൾ 7 തരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വായ്പ തരുമായിരുന്നോ? വേണമെങ്കിൽ തീരുമാനിക്കാം അന്ന് വായ്പ എടുക്കേണ്ട, പലിശ കുറയുമ്പോൾ എടുത്താൽ മതി എന്നുള്ളത്. പക്ഷേ അത് ഒരു ബെസ്റ്റ് ജഡ്ജ്മെൻ്റാണ്. എന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ആ വായ്പ എടുക്കണം എന്ന് അതിനെക്കുറിച്ച് വലിയ ധാരണയുള്ള ആളുകൾ തീരുമാനിച്ചു. അപ്പം അതുകൊണ്ട് ഇത് കാര്യക്ഷമത കുറവായിട്ടൊന്നും ആരും കണക്കാക്കരുത്. ശ്രീ പി അബ്ദുൽ ഹമീദ്. സർ, ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ യൂസർ ID അതുപോലെ തന്നെ പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ വഞ്ചിയൂർ ട്രഷറിയൊക്കെ ഈ തട്ടിപ്പ് നടന്നത്. അപ്പോൾ വിരമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ അധികാരം തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അങ്ങനെ തിരിച്ചു പിടിക്കാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഇവർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ രേഖകളിലെ ഗൈഡ് ലൈൻസിലെ കൃത്യമായിട്ട് ആരാണ് അത് ചെയ്യേണ്ടതെന്ന് രേഖപ്പെടുത്തി കാണുന്നില്ല. സറണ്ടർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇപ്പം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിട്ടയർ ചെയ്യണ ദിവസം നിങ്ങളുടെ യൂസർ ID-യും പാസ്വേഡും പിൻവലിക്കപ്പെടും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മുടെ ട്രഷറി സോഫ്റ്റ്വെയറിനെ ഒരു ഉദ്യോഗസ്ഥൻ്റെയും നമ്മുടെ സ്പാർക്കുമായിട്ട് ബന്ധിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് സംഭവിക്കും. അപ്പോൾ മറ്റത് നമ്മൾ ഇനിയും പരിശോധന നടത്തുന്നുണ്ട്. കൃത്യതയുണ്ടോ, ഇന്ന ഉദ്യോഗസ്ഥൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കീഴ്വഴക്കങ്ങളും കാര്യങ്ങളേ ഉള്ളൂ, ഉത്തരവായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. ആ വ്യക്തതയ്ക്ക് ഇപ്പോൾ വരുത്തുന്നുണ്ട്. സർ, അങ്ങീ മറുപടി പറയുന്നത് കേരള നിയമസഭയിലാണ് എന്നുള്ള തോന്നലോട് കൂടിയെങ്കിലും ആകണമായിരുന്നു എന്നുള്ള ഒരു ഒബ്സർവേഷനാണ് എനിക്കുള്ളത്. അങ്ങയുടെ സഹായികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ എനിക്ക് ചോദ്യം അങ്ങോട്ട് നേരിട്ടാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അങ്ങ് പറഞ്ഞ് 2.5 കോടി രൂപ തട്ടിപ്പിനെ കുറിച്ച് ചോദ്യം ചോദിച്ചു. അങ്ങ് പകരം പറയുന്നു 71,000 കോടിയുടെ തട്ടിപ്പ് നേരത്തെ നടന്നിട്ടുണ്ട്. സർ, അതാണോ ഒരു മറുപടി? നമ്മൾ 1 ലക്ഷം കോടി നേരത്തെ തട്ടിപ്പ് നടത്തി, ഇപ്പോൾ വെറും 2.5 കോടിയല്ലേ എന്നൊരു രൂപത്തിലേക്ക് പറയുന്നത് നമ്മുടെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പുകാരെ പിടിക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയെടുത്തത്? അവർക്കെതിരായിട്ട് എന്ത് ക്രിമിനൽ കേസാണ് എടുത്തത്? അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് അവരുടെ കുറച്ച് അനുഭാവം കാണിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനതൊരു ആവലാതിയായിട്ട് ഇവിടെ പറയുന്നില്ല. സർ, നമ്മുടെ ട്രഷറി, നമ്മുടെ ഖജനാവ് അത് കാത്തു സൂക്ഷിക്കേണ്ടത് ആരാണ്?
അത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെയാണ്. അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം അങ്ങേക്കാണ്. അങ്ങ് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥ പരമ്പര താഴെ മുതൽ മേളിൽ വരെ ഒരേ രൂപത്തിൽ അവർക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തുകയും അവരെ കൊണ്ട് പണി ചെയ്യിക്കുകയും ചെയ്യേണ്ടത് അങ്ങല്ലേ സാർ. ഇതിൻ്റെ വൈക്കേറിയസ് ലയബിലിറ്റി അങ്ങേക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കുറ്റക്കാർക്കെതിരായിട്ട് അതിശക്തമായി നടപടിയെടുക്കുന്നതിന് ഈ വൈകിയ വേളയിലെങ്കിലും അങ്ങ് തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തിരുവഞ്ചൂരിനൊരു പ്രശ്നമുണ്ട്. ചില ഇഷ്ടമുള്ള കാര്യങ്ങളെ കേൾക്കൂ, മറ്റുള്ളത് കേൾക്കില്ല. അല്ല, ഞാനീ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് മാത്രമാണ് എന്ന് ആരെങ്കിലും നിങ്ങൾ കരുതുന്നുണ്ടോ? എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്, നമ്മളെ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ടുള്ളത്. അതായിക്കോട്ടെ. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരെ ശിക്ഷിക്കണമെന്ന് പറയുന്നു. ഇതിൽ ക്രിമിനൽ ലയബിലിറ്റി വെച്ചിട്ട് കേസെടുത്തിട്ടുണ്ട്. ആ കേസിന്റെ തീർപ്പിന് കാത്തു നിൽക്കാതെ കുറ്റക്കാരനെ സമ്മറി ഡിസ്മിസ് ചെയ്തു. ഇതുപോലെ ഏതെങ്കിലും സംഭവം കേരളത്തിലെ വേറെ ഏതെങ്കിലും ട്രഷറിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന് സമൂലമായ പരിശോധന നടത്തുന്നു. ഇനി അത് ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഇങ്ങനൊരു കേസ് നാളെ തട്ടിപ്പ് നടത്താൻ ഒരാൾക്കും പറ്റാത്ത വിധത്തിൽ ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതല്ലേ മന്ത്രി ചെയ്യേണ്ടത് തിരുവഞ്ചൂര്? അതാ ചെയ്തിരിക്കുന്നത്. ശ്രീ വി ഡി ദേവസി. ചാലക്കുടി സബ് ട്രഷറി ഒരു ജീർണിച്ച പഴയ ചെറിയ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ട്രഷറികളുടെ പ്രവർത്തനം ഏറെ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നിരവധി അസൗകര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചാലക്കുടി സബ് ട്രഷറിക്ക് പുതിയൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? സ്ഥലമുണ്ടെങ്കിൽ കെട്ടിടം പണിയാം, ഒരു പ്രയാസമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാണിച്ചാൽ ചെയ്യാമെന്ന്. ശ്രീ ടി ഇബ്രാഹിം. ഈ ട്രഷറികൾ പ്രത്യേകിച്ച് മാസത്തിൽ ആദ്യത്തെ ആഴ്ചയൊക്കെ വലിയ ഉപഭോക്താക്കളുടെ എണ്ണം കൂടുതലായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാവുകയാണ്. പ്രത്യേകിച്ച് ഈ സെർവറിൻ്റെയൊക്കെ ഡാറ്റ സെർവറിൻ്റെയൊക്കെ വളരെ സ്ലോയിലാണ് നെറ്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഒരുപാട് ഗുണഭോക്താക്കളുടെ, ഞാൻ കൊണ്ടോട്ടി ട്രഷറിയുടെ ഒരു കാര്യം ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം സബ്മിഷനിൽ അവതരിപ്പിച്ചിരുന്നു. അന്ന് അത് ബൈഫർക്കേറ്റ് ചെയ്യണം എന്നായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. അന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അന്ന് അധിക ജോലിയുള്ള, അധിക ഭാരമുള്ളയിടത്തേക്ക് അധിക പോസ്റ്റുകൾ അനുവദിക്കുന്ന കാര്യം ആലോചിക്കാം, ബൈഫർക്കേറ്റ് ചെയ്യുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ മാസത്തിൽ ആദ്യം ഇങ്ങനെ ബുദ്ധിമുട്ടാകുന്നതിന് ഒരു പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് ഡാറ്റ സെർവർ വലിയ കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ട് വാങ്ങി എന്നൊക്കെ പറഞ്ഞു പത്രവാർത്തകളുണ്ടായിരുന്നു. പക്ഷെ അത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമില്ല. അത് നമ്മുടെ സ്വപ്ന സുരേഷൊക്കെ വർക്ക് ചെയ്തേ ഈ സ്പേസ് പാർക്കിൽ വെക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ കാര്യത്തിലൊക്കെ വല്ല തീരുമാനമായിട്ടുണ്ടോ എന്നറിയാൻ താല്പര്യം. ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം 2-3 മാസത്തിനുള്ളിൽ ഉണ്ടാകും. നമ്മുടെ KFON ആദ്യമായിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പരസ്പരം ബന്ധിപ്പിക്കാൻ പോയിരുന്നു. അപ്പോൾ അതോടുകൂടി നല്ല ബാൻഡ് വിത്തുള്ള IT കണക്ടിവിറ്റി ഈ ട്രഷറിക്കും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾക്കുമൊക്കെ ഉറപ്പായിട്ട് വരികയാണ്. അതോടുകൂടി നമുക്ക് ഈ സേവനങ്ങളൊക്കെ കൂടുതൽ വളരെ മെച്ചപ്പെട്ട് നൽകാൻ പറ്റും. ഇന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയായി, ഒരു 2 മാസം കൂടി കാക്കാം, അതിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ തീരും. ശ്രീ PT റഹീം. ട്രഷറി ആരംഭിച്ചു, അങ്ങ് അത് ഉദ്ഘാടനം ചെയ്തു, അത് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ആ ട്രഷറി പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് പൂർണ്ണമായ രീതിയിൽ ആ ട്രഷറി പ്രവർത്തിക്കാൻ ആവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. സർ, ഈ മാസം തന്നെ അത് ഉറപ്പുവരുത്തും. CM വിൻസെന്റ്. സർ, ട്രഷറി തട്ടിപ്പ് തടയുന്നതിന് വേണ്ടി ശക്തമായ നടപടികളും ആ സംഭവത്തിൽ അങ്ങ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു എന്ന് ഇവിടെ പറയുകയുണ്ടായി. സർ, അരിവാൾ ചുറ്റിക നക്ഷത്രം പ്രൊഫൈൽ പിക്ചറായിട്ടിരുന്ന ഒരു ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഇന്ന് ജാമ്യത്തിലിറങ്ങിയിരിക്കുകയാണ്.
യഥാസമയം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല സാർ, അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുന്നതിന് മുമ്പ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഡിസ്മിസ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് കോടതിയിൽ പോയി രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നും പറയപ്പെടുന്നു. സാർ, എൻ്റെ ചോദ്യം, ഈ 2.5 കോടി രൂപ തിരിച്ചു പിടിക്കാനുള്ള എന്തെല്ലാം നടപടികളാണ് അങ്ങ് സ്വീകരിച്ചിട്ടുള്ളത്? സർ, ഇതുവരെയും ആ സമ്മറി ഡിസ്മിസലിനെതിരെ കോടതിയിലോ വേറെ എവിടെയെങ്കിലോ ചോദ്യം ചെയ്തിട്ടില്ല. 2 പോലീസ് ചാർജ് ഷീറ്റ് സമർപ്പിക്കും. വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സർവീസിലുടനീളമുള്ള ഇടപാടുകളുടെ പരിശോധനയും കൂടി പൂർത്തി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ കാര്യങ്ങളൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്. 2.5 കോടിയല്ല 61 ലക്ഷം രൂപയാണ് ഈ രീതിയിൽ ട്രഷറി സിസ്റ്റത്തിന് പുറത്തു പോയിട്ടുള്ളത്. അത് തിരിച്ചു പിടിക്കാൻ കഴിയും. യെസ്, ചോദ്യം നമ്പർ 32 ശ്രീ VKC മുഹമ്മദ് കോയ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, ഇല്ലല്ലോ, എനിക്കിട്ടില്ല. മുൻ സർക്കാരിന്റെ കാലത്തെ മൂലധന ചെലവ് സംബന്ധിച്ച വിശദവിവരങ്ങൾ പട്ടികരൂപത്തിൽ ചുവടെ ചേർക്കുന്നു. 11/12/4851, 12/13/5739, 13/14/5758, 14/15/4997, 15/16/8342. മുൻ സർക്കാരിന്റെ കാലത്തെ മൂലധന ചെലവ് 29,689 കോടി രൂപയായിരുന്നു. ഈ സർക്കാരിന്റെ ആദ്യത്തെ 4 വർഷ കാലയളവിൽ മൂലധന ചെലവ് 40,994 കോടി രൂപയായി. അങ്ങനെ ആദ്യ 4 വർഷം കൊണ്ട് തന്നെ മുൻ സർക്കാരിനെ അപേക്ഷിച്ച് 11,304 കോടി രൂപയുടെ വർധനവ് മൂലധന ചെലവിലുണ്ടായിട്ടുണ്ട്. ബി, സംസ്ഥാനത്തെ വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുള്ള ധനസമാഹരണം ബഡ്ജറ്റിന് പുറത്തുനിന്ന് കണ്ടെത്തുന്നതിനായി സംസ്ഥാന ധനകാര്യ വകുപ്പിന് കീഴിൽ സ്ഥാപിതമായ കേന്ദ്ര ഏജൻസിയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. കിഫ്ബിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രൊജക്റ്റുകളുടെ നീണ്ട വിവരണം നൽകിയിട്ടുണ്ട്. അത് വായിച്ചതായിട്ട് കരുതണം. സി, 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ വികസന പദ്ധതികളായിരുന്നു ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ വൻകിട മൂലധന നിക്ഷേപവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ട് നാളിതുവരെ 60,096 കോടി രൂപയുടെ 821 പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിക്കഴിഞ്ഞു. ഇതിൽ 40,096 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും 20,000 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതികളും ഉൾപ്പെടുന്നു. ഡി, കിഫ്ബിയിൽ നിന്ന് വിവിധ തലത്തിലുള്ള ഓഡിറ്റിംഗ് സമ്പ്രദായങ്ങളും അനുബന്ധ നിരീക്ഷണ സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. കിഫ്ബി CNTG ഓഡിറ്റിന് വിധേയമാണ്. കിഫ്ബി ആക്ട് നിഷ്കർഷിക്കുന്ന പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ്, ഫണ്ട് ട്രസ്റ്റി അഡ്വൈസറി കമ്മീഷന്റെ പരിശോധന എന്നിവയാണ് പ്രധാനം. ഇതോടൊപ്പം തന്നെ ഇന്റേണൽ ഓഡിറ്റ് സംവിധാനം, നികുതി ഓഡിറ്റിംഗ് സംവിധാനം, അന്താരാഷ്ട്ര നിക്ഷേപകരുടെ താൽപര്യമനുസരിച്ച് പിയർ റിവ്യൂ ഓഡിറ്റിംഗും കിഫ്ബിയിൽ നടന്നു വരുന്നു. 2020 ജൂലൈ മാസം വരെയുള്ള കാലയളവിലെ CNDA ഓഡിറ്റിംഗ് കിഫ്ബിയിൽ പൂർത്തിയായിട്ടുണ്ട്. ഇത്തരത്തിൽ കിഫ്ബിയുടെ വരവ് ചെലവ് കണക്കുകൾ വിവിധ തലങ്ങളിൽ പരിശോധിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം പദ്ധതി നിർവഹണം സംബന്ധിച്ച ഓഡിറ്റുകളും കിഫ്ബിയിൽ നിലവിലുണ്ട്. ഇന്റേണൽ ക്വാളിറ്റി ഓഡിറ്റ് സെൽ, സ്വതന്ത്ര ക്വാളിറ്റി ഓഡിറ്റ് എന്നിവയാണവ. കിഫ്ബി പദ്ധതികൾ മികച്ച നിലവാരത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ഇവ സഹായിക്കും. ഇപ്പം നമ്മൾ എടുക്കുന്ന 32ാമത്തെ ചോദ്യമാണ്. ശ്രീ VKC. സർ, ഇവിടെ ഈ കിഫ്ബി മുഖാന്തരം നടന്നിട്ടുള്ള ഈ അത്ഭുതകരമായ വികസന പദ്ധതികളിൽ അതിൻ്റെ എല്ലാ മേഖലയിലും അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ് എൻ്റെ. പ്രത്യേകിച്ച് ഒരു ഭാഗം മുഴുവനും കടലാണ്.
ഒരു ഭാഗത്ത് ചാലിയാറാണ്. അപ്പോൾ കുടിവെള്ളം എന്നുള്ളത് അവിടെ ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമായിരുന്നു. ഇന്ന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും വെള്ളം എത്തിക്കുന്ന തരത്തിൽ അവിടെ വെള്ളം കൊടുക്കാനും വേണ്ടി സാധിച്ച ഒരു സന്തോഷമായ ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ കിഫ്ബിക്കും പ്രത്യേകിച്ച് നമ്മുടെ ധനമന്ത്രിക്കും പ്രത്യേകമായ എൻ്റെ ഒരു അഭിനന്ദനവും നന്ദി ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ആസൂത്രണം നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വിവരിക്കാമോ? അതിന് ബഹുമാനപ്പെട്ട മെമ്പർ ഞാൻ നിരാശപ്പെടുത്തേണ്ടതുണ്ട്. കിഫ്ബി ഇങ്ങനെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ചിന്ത നമ്മൾ ആരംഭിച്ചിട്ടില്ല. ഇത് ഒരു അക്ഷയഖനിയൊന്നുമല്ല ഇങ്ങനെ പണം വാരിയെടുക്കാനായിട്ട്. കിഫ്ബിയുടെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ മോഡൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. 50,000 കോടി രൂപയ്ക്കുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു 15 വർഷം കൊണ്ട് സർക്കാരിൽ നിന്ന് കൊടുക്കുന്ന വാർഷിക ഗ്രാൻഡ് വെച്ച് അത് തിരിച്ച് മുതലും പലിശയും തിരിച്ചടക്കാം. എന്നാൽ പിന്നീട് കാര്യം ബോധ്യമായി, ഈ പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ വിചാരിച്ച സ്പീഡിൽ പോണില്ല. പ്രത്യേകിച്ച് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്ന പ്രൊജക്റ്റുകൾ, റോഡുകൾക്കൊക്കെ നല്ല പങ്കിലും ഭൂമി വേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ബാധ്യത തിരിച്ചു കൊടുക്കേണ്ടതിൻ്റെ കാലാവധി കൂടും. അതുകൊണ്ട് 50,000 അല്ല, നമുക്ക് കുറച്ചുകൂടി പ്രൊജക്റ്റുകളാവാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ 60,000-ലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ പൈപ്പ് ലൈനിലുള്ള പ്രൊജക്റ്റുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 65,000 കോടി രൂപ കൂടുതൽ വരും. അപ്പോൾ ഇപ്പോൾ ഇത് ഭംഗിയായിട്ട് നടപ്പാക്കുക എന്നുള്ള ലക്ഷ്യം. ബഹുമാനപ്പെട്ട മെമ്പർമാർക്ക് തന്നെ ഓർമ്മയുണ്ടാവും, കിഫ്ബിയുടെ പ്രൊജക്റ്റുകളൊക്കെ ആദ്യത്തെ 2 ബഡ്ജറ്റിലെ പ്രഖ്യാപിച്ചവയാണ്. അതിനുശേഷം കിഫ്ബിയുടെ പ്രൊജക്റ്റുകൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരു വല്ല പ്രൊജക്റ്റോ ഒറ്റ വന്ന് കാണും. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അസറ്റ് ലയബിലിറ്റി മാച്ചിങ് മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി പ്രൊജക്റ്റ് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കിഫ്ബിയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ കിഫ്ബി പദ്ധതി 1999 തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ 2000-ലായപ്പോൾ ഏകദേശം 21 വർഷമായി. അപ്പോൾ ഈ 1999 തുടങ്ങിയിട്ട് ഈ നിരവധിയായിട്ടുള്ള ഗുണഫലങ്ങൾ നാട്ടിലുണ്ടായതിനു ശേഷം ഈ 2019 CAGക്ക് ഒരു സംശയങ്ങളും ചില ആലോചനകളും അതിനെതിരായിട്ടുള്ള ചില വർത്തമാനങ്ങളും ഒക്കെ വന്നത്. ഇത്തരത്തിലുള്ള ഒരു സംശയങ്ങളൊക്കെ ഉന്നയിക്കാൻ എന്ത് കാരണമാണ് ഉണ്ടായത്? അതിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കാമോ? 1999 മുതലുള്ള കിഫ്ബിയുടെ മോഡല് അടിസ്ഥാനപരമായി വ്യത്യാസമില്ല. ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനം സർക്കാർ ആരംഭിക്കുന്നു, ഒരു ബോഡി കോർപ്പറേറ്റ്. ആ ബോഡി കോർപ്പറേറ്റ് കമ്പോളത്തിൽ നിന്ന് വായ്പയെടുത്ത് നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പം അത് തികച്ചും ഭരണഘടനാപരമാണ്, ഒരു സംസ്ഥാനത്തിന് ചെയ്യാവുന്നതാണെന്ന് നമ്മൾ ഈ സഭയിൽ രാഷ്ട്രീയത്തിലുള്ളവർ അപ്പുറം ഇരിക്കുന്നവർ പലതവണ അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനെ നിയമം നമ്മൾ കൂടുതൽ സാധ്യതകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ട് 2016 ഏകകണ്ഠമായിട്ടാണ് അംഗീകരിച്ചത്. അന്ന് വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ 1999 നിയമത്തെക്കുറിച്ച് CNTGക്ക് ഒരു വിമർശനം ഉണ്ടായിരുന്നു. നിങ്ങൾ വായ്പ എടുത്തിട്ട് പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല, അത് ബഡ്ജറ്റിന് വേണ്ടി ഉപയോഗിച്ചു, ദൈനംദിന ചെലവുകൾക്ക്. അതുകൊണ്ട് 2016 നമ്മൾ പറഞ്ഞു 10 പൈസ കിഫ്ബിയുടെ ട്രഷറി ഇടാൻ പാടില്ല. ഇത് പൂർണ്ണമായിട്ടും പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമായിരിക്കും. 2, 1999 ശേഷമാണ് ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഒരുപാട് നടപ്പായത്. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് മാർക്കറ്റിൽ നിന്ന് പണം സമാഹരിക്കുന്നതിന് പുതിയ ഒട്ടേറെ ഇൻസ്ട്രുമെൻറ്റ്സ് കേന്ദ്ര സർക്കാർ രൂപം നൽകി. അതിനെ കൂടി നമ്മൾ പ്രയോജനപ്പെടുത്താനുള്ള വകുപ്പുണ്ടാക്കി.
99-നേക്കാൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ നിയമസഭയ്ക്ക് കിഫ്ബിയുടെ കാര്യത്തിൽ വർത്തമാനം പറയാനും പരിശോധിക്കാനുള്ള അവകാശങ്ങൾ വർദ്ധിപ്പിച്ചു, കൂടുതൽ സ്ക്രൂട്ടിനി കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ ഉദാരവൽക്കരിക്കുകയല്ല, കർശനമാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് 1999 മുതൽ 8 തവണ നടത്തിയ ഓഡിറ്റിൽ കണ്ടെത്താത്ത അടിസ്ഥാന നിഗമനം കണ്ടെത്തൽ എങ്ങനെ C&AG ഇപ്പോൾ നടത്തിയിരിക്കുന്നു അത് പരിശോധിക്കുമ്പോഴാണ് അന്ന് ഇന്ന് നമ്മളൊരു വ്യത്യാസമുള്ളത്. അന്ന് വല്ല 500 കോടിയോ ഒക്കെ വായ്പ എടുക്കുക, അത് അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചെലവഴിക്കുക എന്നുള്ള നിലയിൽ കിടന്ന ഈ സ്ഥാപനം അവിശ്വസനീയമായ രീതിയിൽ 50,000 കോടി രൂപ 60,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം കൊടുക്കുന്നു, നടപ്പാക്കുന്നു. അതിൻ്റെ ആവശ്യാനുസരണം ലയബിലിറ്റീസ് വരുമ്പോൾ വായ്പ എടുത്ത് നടപ്പാക്കുന്നു. ഇത് നടക്കണ കാര്യമെന്ന് തെളിഞ്ഞു. അതിൻ്റെ പ്രയാസം ചില കോണുകൾക്കുണ്ട്. ഒരു സംസ്ഥാനം ഇങ്ങനെയൊക്കെ ചെയ്യോ? അവർക്ക് ഇഷ്ടം പോലെ വായ്പ എടുക്കാൻ അവകാശം. സംസ്ഥാന സർക്കാർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബോഡി കോർപ്പറേറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇത് കിഫ്ബിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഗൂഢാലോചന. ഈ 60,000 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ കേരളത്തിൽ 2-3 വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാകുമ്പോൾ എന്തൊരു വലിയ മാറ്റം ഈ സംസ്ഥാനത്ത് വരുന്നത്. സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല സൗകര്യ പിന്നോക്കാവസ്ഥ തീർന്നിരിക്കും. അതിനോട് വിരോധമുള്ള ചില കക്ഷികൾ കേസ് കൊടുക്കാൻ പോണു, C&AGയെ കക്ഷി ചേർക്കുന്നു. C&AG ആണെങ്കിലോ ഓഡിറ്റിന്റെ ഒരു ഘട്ടത്തിലും ഉന്നയിക്കാത്ത ഭരണഘടനാ പ്രശ്നം, കരട് റിപ്പോർട്ടിൽ രേഖപ്പെടുത്താത്തത്, സംസ്ഥാന സർക്കാരോട് ഒരിക്കൽ പോലും ചർച്ച ചെയ്യാത്തത്, അത് ഫൈനൽ റിപ്പോർട്ടിൽ ചേർക്കുന്നു. അപ്പോൾ അത് മാലഫിയുടെ ഇന്റൻഷൻസ് ആണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഭരണഘടനാ സ്ഥാപനവും ചെയ്യാൻ പാടില്ല. ഈ നിയമസഭയും ഭരണഘടനാ സ്ഥാപനം തന്നെ, സംസ്ഥാന സർക്കാരും ഭരണഘടനാ സ്ഥാപനം തന്നെ. അപ്പോ എനിക്കൊരു സാമാന്യ യുക്തി വെച്ച് എനിക്ക് ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ച ചോദ്യത്തിലുള്ള വിശദീകരണം, ഇത് വിജയിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കിഫ്ബിക്കെതിരായിട്ട് ഉയർന്നു വരുന്നത്. ശർമ്മ സാറേ, കിഫ്ബി കേരള സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരധ്യായമാണ്. മനുഷ്യനും പ്രപഞ്ചവും നിലനിൽക്കുന്നിടത്തോളം കാലം ഓർക്കാൻ കഴിയാത്ത ഒരു വിലപ്പെട്ട അധ്യായമായിരുന്നു. അതിൻ്റെ തുടർച്ചയെക്കുറിച്ചും നാൾവഴികളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. സർ, 2002-ലും 2006-ലും 2006-ലെ ആദ്യഘട്ടത്തിലും കിഫ്ബിയിലെ ഓഡിറ്റിംഗ് നടത്തണമെന്ന് C&AG അന്നത്തെ UDF ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ UDF ഗവൺമെൻറ് C&AGക്ക് നൽകിയ കത്ത് അങ്ങ് ഈ സഭയുടെ മേശപ്പുറത്ത് വെക്കാമോ? അന്ന് ആ കത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? കിഫ്ബിയിൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ വിമർശനത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അന്നത്തെ കത്ത് വ്യക്തമാക്കും. സർ, ആ കത്ത് നിശ്ചയമായിട്ടും നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. ഓഡിറ്റുകൾ പലതരമുണ്ട്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ദൈനംദിന കണക്കുകൾ പരിശോധിച്ച് ആ സ്ഥാപനത്തിന് കാലാകാലങ്ങളിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പല ഏജൻസികൾക്കും ഓഡിറ്റർ റിപ്പോർട്ട് സമർപ്പിക്കണമല്ലോ, അത് സമർപ്പിക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അതിന് കിഫ്ബി നിയമത്തിൽ തന്നെ നിയമസഭ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എങ്ങനെ വേണമെന്നുള്ളത്. 2, 14(1) പ്രകാരമുള്ള ഓഡിറ്റ്, അതുപ്രകാരമാണ് സംസ്ഥാന സർക്കാരിന് ഗണ്യമായിട്ടുള്ള നിക്ഷേപമുള്ള എല്ലാ സ്ഥാപനങ്ങളും C&AG ഓഡിറ്റ് ചെയ്യുന്നു. മൂന്നാമതൊന്നുണ്ട് സെക്ഷൻ 22 പ്രകാരമുള്ളത്. നമ്മുടെ സർക്കാരിൻ്റെ ഗണ്യമായ നിക്ഷേപം ഇല്ലാതായി കഴിഞ്ഞാൽ ഈ സ്ഥാപനം CAG ഓഡിറ്റിൻ്റെ പരിധിക്ക് പുറത്ത് പോകുമല്ലോ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ
CAG ആവശ്യപ്പെടാവുന്നതും സർക്കാർ അധികാരപ്പെടുത്താവുന്നതുമാണ്. 22 പ്രകാരം നിങ്ങൾ ഓഡിറ്റ് തുടർന്ന് നടത്തിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിന് പുറമെ CAG ഓഡിറ്റ് അല്ലാതെ വേറെ പല ഓഡിറ്റുകളുണ്ട് കിഫ്ബിയിൽ. അതിലേക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ്, ക്വാളിറ്റി ഓഡിറ്റ്, അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ UDF ഭരണകാലത്തും CAG ആവശ്യപ്പെട്ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററായിട്ട് നിയമിക്കണം. അത് പറ്റില്ല. കിഫ്ബി നിയമപ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഇങ്ങനെയാണ്, 14(1) പ്രകാരം നിങ്ങൾക്ക് ഓഡിറ്റ് ഏത് വേണമെങ്കിൽ നടത്താം എന്നുള്ള മറുപടിയാണ് നൽകിയത്. അതാണ് ശരിയായിട്ടുള്ള മറുപടി. കാരണം ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ ഓരോ ഘട്ടത്തിലും നിങ്ങളിപ്പോൾ ഒരു ബോണ്ട് ഇറക്കുന്നു, അതുവരെയുള്ള ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്ന് അതിങ്ങനെ കാത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വേറെ. എന്നാൽ CAGക്ക് കിഫ്ബിയുടെ മുഴുവൻ റെക്കോർഡുകളും പരിശോധിക്കാം, എന്ത് രേഖയും നോക്കാം, ഒരു തടസ്സമില്ല. കിഫ്ബിയുടെ CEOയ്ക്ക് ആക്സസ് ഉള്ള മുഴുവൻ കമ്പ്യൂട്ടർ ഫയലുകളുടെയും പാസ്വേഡ് AGക്ക് കൊടുത്തിട്ടാണ് 6 മാസത്തെ ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുള്ളത് 41 പ്രകാരം. അപ്പം അതുകൊണ്ട് UDF എടുത്ത നിലപാടും ഈ സർക്കാർ എടുത്ത നിലപാടും രണ്ടും ഒന്ന് തന്നെ. സഭയുടെ മേശപ്പുറത്ത് രേഖയും വെക്കാം. ശ്രീമതി വീണ ജോർജിന് പകരം ശ്രീ K. ദാസൻ. കിഡ്ബി വഴി നടപ്പിൽ വരുത്തുന്ന വികസന വിപ്ലവത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലെ ധനകാര്യ വിഭാഗം ബന്ധപ്പെട്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും സംസ്ഥാനം സമാനമായ മാതൃക സ്വീകരിച്ചതായ അറിവുണ്ടോ? കിഡ്ബിയിൽ നിന്നും ഇതുവരെ എത്ര പദ്ധതികൾക്ക് അന്തിമ ധനകാര്യ അനുമതി നൽകിയിട്ടുണ്ട്? ആകെ എത്ര കോടി രൂപയാണ് ഇതിന് അടങ്കൽ വരുന്നത്? ഏറ്റവും കൂടുതൽ പണം വകയിരുത്തിയ ആദ്യ 3 മേഖലകൾ ഏതെല്ലാമെന്ന് വിശദമാക്കാമോ? സർ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കിഫ്ബിക്ക് സമാനമായിട്ടുള്ള പശ്ചാത്തല സൗകര്യ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, എല്ലാ സ്ഥാപനങ്ങളിലും. അവയെല്ലാം 1999 നമ്മൾ ചെയ്തതുപോലെ 1000 2000 ഒക്കെ അത്യാവശ്യം വായ്പ എടുത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങൾ. അവയൊക്കെ CAG ഓഡിറ്റിന് വിധേയമായിട്ടുണ്ട്. അവയൊന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു CAG റിപ്പോർട്ടിലുമില്ല. നമ്മൾ ഇത്തവണ ചെയ്തത്, നമ്മൾ ഈ മോഡല് പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിപുലപ്പെടുത്തി അന്യാദൃശ്യമായ രീതിയിൽ വായ്പയെടുത്തു. അത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ് ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ചെയ്തിട്ടുണ്ട്. നഹായ് എടുക്കുന്ന വായ്പ കേന്ദ്ര സർക്കാർ എടുക്കുന്ന വായ്പയല്ല, കേന്ദ്ര സർക്കാരിൻ്റെ വായ്പ കണക്കിൽ വരത്തില്ല. നഹായ് ബോണ്ട് ഇറക്കി വായ്പ എടുക്കുന്നു. നഹായ് ഇപ്പം ഏറ്റവും അവസാനം ഡോളർ വായ്പ എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പൊ ബോഡി കോർപ്പറേറ്റുകൾ നമുക്ക് സമാനമായിട്ട് കമ്പോളത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു അനുഭവം നഹായുടെയാണ്. ഒരു സംസ്ഥാനം അതിനപ്പുറം ചെയ്യുന്നു. അപ്പം അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 40,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം നൽകിക്കഴിഞ്ഞു. അതിലിപ്പോൾ 7,000 ചില്ലാനം കോടി രൂപ പണമായിട്ട് നമ്മൾ പണി പൂർത്തിയാക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 15,000 കോടിയത് നിർമ്മാണത്തിലാണ്. അടുത്ത വർഷം എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ ഏതാണ്ടെല്ലാം തന്നെ പ്രവർത്തന പദ്ധത്തിലേക്ക് എത്തിച്ചേരും. പ്രൊഫസർ K. അരുണൻ. സാർ, കിഫ്ബിയിൽ ഒരുപാട് ആൾക്കാർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ആ പണം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളെക്കുറിച്ച് ചുരുക്കി
ഒരു വിശദീകരണം നൽകാം. പണം തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? സർ, നമ്മുടെ തന്നെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് നമ്മൾ നടത്തുന്ന വലിയ പ്രൊജക്റ്റുകളായിരുന്നു DMRCയുടെ കൊച്ചി മെട്രോ, അതല്ലെങ്കിൽ സിയാൽ എയർപോർട്ട്. അതിനെങ്ങനെ പണം കണ്ടെത്തിയത്? ആ കമ്പനി വായ്പ എടുക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? ഈ പ്രോജക്റ്റ് പൂർത്തിയാവുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് വായ്പ തിരിച്ചടക്കാം. റവന്യൂ മോഡൽ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിന് ഒരു പ്രശ്നമുണ്ട്. നമുക്ക് റവന്യൂ മോഡൽ അല്ലാത്ത ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യണം. പ്രത്യേകിച്ച് റോഡുകളൊക്കെ ടോൾ വെക്കാൻ നമുക്ക് സമ്മതമല്ല. അപ്പം നമ്മൾ എന്താ ചെയ്തത്? ശരി, ആനുവിറ്റി മോഡലിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ ഭരണകാലത്താണ്. തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. അതിനിപ്പോൾ ഉദാഹരണം പറയുകയാണ്, കണക്ക് 100 കോടി രൂപ ചെലവ് വരുന്നു. ടെൻഡർ വിളിക്കുന്നു, പറയുന്നു 20 വർഷം കൊണ്ട് പണം തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോൺട്രാക്ടറിൻ്റെ പലിശയും കൂടി കണക്കിലെടുത്തിട്ട് പറയുന്നു 600-700 കോടി രൂപയ്ക്ക് ചെയ്യാം. അത് തുല്യമായിട്ട് വിധിച്ച് 20 വർഷം കൊണ്ട് കൊടുക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 700 കോടി രൂപ താൻ കടമെടുത്തെന്ന് നമ്മുടെ അക്കൗണ്ടിൽ എഴുതില്ല സർക്കാർ. ഇല്ല, ആനുവിറ്റി മാത്രം സർക്കാരിൻ്റെ കണക്കി വരുള്ളൂ. പക്ഷേ ഒരു ഗൗരവമായിട്ടുള്ള പ്രശ്നം ധനവകുപ്പ് കണ്ടു. അധികം പേരില്ല ഇങ്ങനെ മുൻകൂട്ടി മുതൽ മുടക്കി 20 വർഷം കാത്തിരിക്കാൻ. അവർ കുറച്ച് പേരുള്ളത് കൊണ്ടുണ്ട് നമ്മുടെ ഈ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിസിറ്റ് പലിശ 15%, ചിലപ്പോൾ 20%-ത്തിനടുത്ത് പോകുന്നു. നമ്മുടെ ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ പേര് പറയുന്നില്ല, 15 അതിനും കൂടുതലാണ് പലിശ. അതിന് നല്ലത് നമുക്ക് 7-8-9% പലിശക്ക് എടുത്തിട്ട് ചെയ്താലേ. അപ്പോൾ കിഫ്ബി ഇങ്ങനെ കാണാം. അതിൻ്റെ കിഫ്ബിക്ക് നമ്മളൊരു ആനുവിറ്റി കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി സർക്കാർ പറയുന്ന പ്രൊജക്റ്റുകൾ വായ്പ എടുത്ത് നിർവഹണം നടത്തുന്നു. കിഫ്ബിയുടെ ആനുവിറ്റിയുടെ ഏക വ്യത്യാസം, മറ്റ് തുല്യ തവണകളാണെങ്കിൽ കിഫ്ബി മോട്ടോർ വെഹിക്കിൾ വാഹന നികുതി വർദ്ധിക്കുന്നതനുസരിച്ച് ഇൻക്രീസിങ് ആനുവിറ്റി സ്കീം എന്ന് പറയും. അപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പറുടെ ചോദ്യത്തിന് ഒരു പരാമർശം കൂടി നടത്തിയേ തീരൂ. ഈ കിഫ്ബി എന്ന് പറയുന്നത്, എന്നാൽ ഞങ്ങൾക്ക് ഭസ്മാസുരം കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രൊജക്റ്റ് എടുക്കാൻ തീരുമാനിച്ചാലോ? ഇപ്പോൾ 60,000 ഇരിക്കട്ടെ, ഒരു 50,000 കൂടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർക്കാർ കൊടുക്കുന്ന ആനുവിറ്റി കൊണ്ട് തികയില്ലല്ലോ, നിയമസഭ അംഗീകരിച്ച് തികയില്ലല്ലോ എന്നുള്ളതാണ് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. സർ, അതിന് കിഫ്ബി വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം നടത്തുന്നത്. അടുത്തൊരു 20 വർഷം കിഫ്ബിക്ക് സംസ്ഥാനത്തിൽ നിന്നും ഏറ്റെടുത്ത പ്രൊജക്റ്റുകളിൽ നിന്നും തിരിച്ചടവ് കിട്ടുന്ന പണം ഓരോ വർഷവും എത്രയുണ്ട് എന്ന് കൃത്യമായിട്ട് ഗണിച്ച് പറയാൻ പറ്റും. ഇതുപോലെ ഏറ്റെടുത്തിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ നിന്ന് കോൺട്രാക്ടർമാർക്ക് ഓരോ വർഷവും നൽകേണ്ട തുക അടുത്തൊരു 20 വർഷക്കാർ ഇത് മാറിക്കൊണ്ടിരിക്കും. ഒരു പ്രൊജക്റ്റിന് കാലതാമസം വരുന്ന പറഞ്ഞാൽ അപ്പം രേഖ മാറും. സർ, കിഫ്ബിയുടെ ഡയറക്ടർമാരൊക്കെ വളരെ ഉത്തരവാദിത്തമുള്ളവരാണ്. ഒരു കാരണവശാലും പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്. ഒരു കാരണവശാലും ലയബിലിറ്റി അസറ്റിന് മുകളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പോകുന്ന പ്രൊജക്റ്റ് ഏറ്റെടുക്കില്ല. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് സുരക്ഷിതമാണ്. ഈ നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ വർഷം തോറും നൽകേണ്ട നികുതി വിഹിതമില്ലേ, അതിനപ്പുറം ഒരു പൈസ കിഫ്ബിക്ക് കൊടുക്കണ്ട, അതിനപ്പുറം ഒരു ഭാരവും ഈ സർക്കാരിന് മേലെ കിഫ്ബി ഉണ്ടാക്കില്ല. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ആളുകളെയും ജനങ്ങളെയും സഭയെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ് 14(1) 22 ഒക്കെ. ഒരു ഭരണഘടനാ സ്ഥാപനമായ CNDG സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കുന്ന പണം ഓഡിറ്റ് കാര്യക്ഷമമായി സമഗ്രമായി ചെയ്യണമെന്ന് പറയുമ്പോൾ അങ്ങ് എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്തിനാണ് എതിർക്കുന്നത്?
സാർ, ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏത് ഗവൺമെൻറ് ആണെങ്കിലും ₹1 ചെലവഴിക്കണമെങ്കിൽ ഈ സഭ അറിയണം, സഭ പാസ്സാക്കണം. ഇവിടെ സഭ അറിയണ്ട, ക്യാബിനറ്റ് അറിയണ്ട, ഒരു ഭരണഘടനാപരമായ നടപടികൾ അറിയണ്ട. ആകെയുള്ള CNDAG ഓഡിറ്റാണ്. അങ്ങ് പറയുന്ന 14(1) ഓഡിറ്റ് ചെയ്യാം. CNDAG നിരന്തരമായി ആവശ്യപ്പെടുന്നത് 22 അനുസരിച്ചുള്ള ഓഡിറ്റാണ്. സർക്കാർ കൊടുക്കുന്ന ഗ്രാന്റ് മാത്രമുള്ള ഓഡിറ്റാണ് അങ്ങ് വിഭാവനം ചെയ്യുന്നത്. ഇവിടെ 22 അനുസരിച്ചുള്ള ഓഡിറ്റാണെങ്കിൽ സമഗ്രമായ ഓഡിറ്റാണ്. ആ ഓഡിറ്റിനെ വേണ്ട എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ നടപടി 1999 ഈ ഒരു ബാധ്യതകളില്ല. അന്നുണ്ടായിരുന്ന ഈ കടം എടുത്തതിന്റെ വോളിയം എന്ന് നോക്കുക. ഇപ്പൊ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന വലിയൊരു സാമ്പത്തികമായ ഭാരം ഉണ്ടാകുന്നു. അതിന്റെ ഓഡിറ്റേ വേണ്ട, നിയമസഭ അറിയണ്ട, ക്യാബിനറ്റ് അറിയണ്ട, ആരും അറിയണ്ട. ഡയറക്ടർമാർ നല്ലവരാണ്. അതുകൊണ്ട് ഡയറക്ടർമാർ കൊള്ളാവുന്നവരായതുകൊണ്ട് അവരെ അങ്ങ് വിശ്വസിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തെ നമുക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ അങ്ങ് പറഞ്ഞു പ്രാഥമിക റിപ്പോർട്ടിൽ കാണാത്തത് ഫൈനൽ റിപ്പോർട്ടിൽ വന്നു. പാമോലി കേസ് മറക്കരുത്. കെ കരുണാകരനെതിരായ പാമോലി കേസിൽ ഫൈനൽ റിപ്പോർട്ട്, പ്രിലിമിനറി റിപ്പോർട്ട് ആദ്യം ഗവൺമെന്റുമായി ചർച്ച ചെയ്ത എക്സിറ്റ് മീറ്റിംഗിലെ റിപ്പോർട്ടിനകത്തില്ല, ഫൈനൽ റിപ്പോർട്ടിലാണ് വന്നത്. നിരവധി ഉദാഹരണങ്ങളുണ്ടത്. അത് നമുക്ക് ഇനി വേറെ ചർച്ചയിൽ വരുമല്ലോ ഇവിടെ CNDAG റിപ്പോർട്ടിനെ സംബന്ധിച്ച്. സർ, അപ്പോൾ 22 അനുസരിച്ചുള്ള സമഗ്രമായ ഓഡിറ്റ് നടത്താതെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതിനാണ് ജനങ്ങളിലുള്ള ആശങ്ക നിലനിൽക്കുന്നത്. ആ ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടി 22 അനുസരിച്ചുള്ള ഓഡിറ്റ് നടത്താനും സുതാര്യമായ പണമിടപാടുകൾ നടത്താനും ഗവൺമെന്റ് തയ്യാറാകുമോ എന്നാണ് എനിക്ക് അങ്ങയിലൂടെ ധനകാര്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭരിച്ചിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് 14(1) മതി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററെ നിയമിക്കേണ്ട എന്ന് കത്തയച്ച് വിശദീകരിക്കുമെന്നാണ് കരുതിയത്. അദ്ദേഹം നൽകിയ ഏക വിശദീകരണം അത് അന്ന് അത്രയൊന്നും ഇല്ലല്ലോ വായ്പ എടുക്കുന്നത്, അതുകൊണ്ട് ഇത്രയും മതി എന്ന് ചിന്തിച്ചു എന്നുള്ളതാണ്. ദ ക്വസ്റ്റ്യൻ ഓഫ് പ്രിൻസിപ്പിൾ. നിങ്ങൾ എത്ര വായ്പ എടുത്തു എന്നുള്ളതല്ല, നിങ്ങൾ അന്നെടുത്ത നിലപാട് ശരി, അത് തന്നെ ഞങ്ങൾ തുടരുകയാണ്. 22 വളരെ വ്യക്തമാണെന്ന് ഏതായാലും പ്രിവിലേജ് കമ്മിറ്റിയുടെ ചർച്ച വരുമല്ലോ എന്ന് അങ്ങ് പറഞ്ഞല്ലോ, വരട്ടെ, അന്ന് നമുക്ക് വായിക്കാം എന്താണ് CAG ആക്ടിലുള്ളതെന്ന്. 20(2) എന്ന് പറയുന്നത് 14(1) ബാധകമല്ലാത്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 14(1) എന്ന് വെച്ച് കഴിഞ്ഞാലേ സർക്കാർ കൊടുക്കുന്ന പണം മാത്രമല്ല, എല്ലാ പണവും പരിശോധിക്കാമെന്ന്, എല്ലാ ഇടപാടും പരിശോധിക്കാം. അങ്ങനെയാണ് CAGയുടെ റിപ്പോർട്ടുകൾ. അങ്ങനെയാണ് ഈ വർഷത്തെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരാൻ പോണത്. എന്തിനാ പ്രതിപക്ഷ നേതാവേ ഇല്ലാത്ത പ്രശ്നം ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്? CAG പോലും ഇപ്പോ കത്തെഴുതുന്നില്ലല്ലോ, ഞങ്ങൾക്ക് 14(1) പോരാ, 22 വേണമെന്നുള്ളത് ഇല്ല. CNDAG ആ കത്തെഴുത്ത് നിർത്തി. ആ കത്തെഴുത്ത് അസംബന്ധമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹത്തിന് പോലും തിരിച്ചറിഞ്ഞു കാണില്ല. സർ, കിഫ്ബിയുടെ പശ്ചാത്തല മേഖലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരള സമ്പദ്ഘടനയിൽ ഉണ്ടാക്കാവുന്ന ഗുണകരമായ മാറ്റങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര ഈ സമൂഹം ചർച്ച ചെയ്യുന്നില്ല എന്നൊരു പരിമിതി ഇപ്പോഴുണ്ട്. പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന മുദ്രാവാക്യം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന LDF സർക്കാരിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും മികച്ച നിലവാരം പുലർത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും നിർവഹണ വേഗത കൂട്ടാനും കിഫ്ബിയുടെ നിലവിലുള്ള സാങ്കേതിക സംവിധാനം വിപുലപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതോടൊപ്പം ഇനിയൊരു പഞ്ചവടി പാലമോ പാലാരിവട്ടം പാലമോ ആവർത്തിക്കില്ല എന്നതുകൂടി ഉറപ്പാക്കാൻ കിഫ്ബി വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നു. വളരെയേറെ ജാഗ്രത കിഫ്ബി ഇപ്പം അതിൽ പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ക്വാളിറ്റി ടെസ്റ്റ് ഉണ്ട്, അതിന് പ്രത്യേകം ആളെ വെച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ തന്നെ ക്വാളിറ്റി ടെസ്റ്റിനുള്ള സംവിധാനമുണ്ട്.
ആളുകളുടെ എണ്ണം നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഒക്കെ മികവ് വളരെ ഉയർന്നതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കിഫ്ബി പ്രൊജക്റ്റിൻ്റെ ഇത്രയും നടന്നിട്ട് എവിടെയെങ്കിലും ഒരു അഴിമതി ആരോപണം വന്നിട്ടുണ്ടോ? ആ രീതിയിൽ നിങ്ങൾ പറ. ഇവിടെ ബഹുമാനപ്പെട്ട MLA ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. സാർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വസ്തുതാപരമാണ് ഇവിടെ പറയുന്നത്. ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയെ പറ്റി സഭയിൽ എഴുതി ഉന്നയിച്ച ആരോപണമാണ്. ഇപ്പോൾ ലോകായുക്തയുടെ മുമ്പിൽ നിൽക്കുന്ന അഴിമതി ആരോപണമാണത്. അങ്ങ് പറയൂ സർ. അപ്പോ ഇതില് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മെമ്പർമാർ മുഴുവൻ എന്നോട് നൽകിയിട്ടുള്ള ആക്ഷേപം എന്താണെന്നറിയാം. നിങ്ങളുടെ പരിശോധന കൂടി പോണു, അനുഫലമായിട്ട് കാലതാമസം വരുന്നു, ഈ മാനദണ്ഡങ്ങൾ ഇങ്ങനെ കർശനമാക്കരുത് എന്നുള്ളതാണ് പൊതുവിൽ വന്നിട്ടുള്ളത്. കാരണം കിഫ്ബി ആ പരിശോധന മേൽനോട്ടത്തിൻ്റെ തീവ്രത ഒന്നും കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ പോലെ നമുക്ക് ഒരു പാലാരിവട്ടം പാലം പോലെ അനുഭവം 1,000 കോടി ഒരുമിച്ച് ചെയ്യുമ്പോഴേ ഉണ്ടാകാൻ പാടില്ല. സി മമ്മൂട്ടി മമ്മൂട്ടി വിളിച്ചു കഴിഞ്ഞു ചോദ്യത്തിലുള്ള വേണ്ടി നടത്തിയ പദ്ധതി ഉണ്ടല്ലോ, കിഫ്ബിയിൽ കൊച്ചി ക്യാൻസർ സെന്ററിന് വേണ്ടി നടത്തിയ 150 കോടി രൂപയുടെ പദ്ധതി. ആ കെട്ടിടം പാലാരിവട്ടത്തെ പറ്റി അങ്ങ് പറഞ്ഞല്ലോ, അത് ഇടിഞ്ഞ് താഴെ വീണു. കെട്ടിടം അങ്ങ് അന്വേഷിക്കുമോ? അങ്ങ് മമ്മൂട്ടിയുടെ ചോദ്യം കൂടി കേട്ട് ഒന്നിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. മമ്മൂട്ടി സർ, അങ്ങ് ആദ്യത്തെ ബജറ്റിൽ തന്നെ കിഫ്ബിയുടെ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി MLA-മാരോട് 50 കോടിയുടെ 2 പദ്ധതി വീതം അയക്കാൻ സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. തിരൂർ നിയോജകമണ്ഡലത്തിൽ 2 പദ്ധതി നൽകി. അതിലൊന്ന് അംഗീകരിക്കുകയും ആദ്യ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു, 50 കോടിയുടെ തിരൂർ ഫ്ലൈ ഓവർ. സർ, ആദ്യത്തെ 3 വർഷം സ്ഥിരമായി നിരന്തരം ഫോളോ അപ്പ് നടത്തി എവിടെയും എത്താത്ത അവസ്ഥയിൽ അങ്ങയോട് ഞാൻ പറഞ്ഞു, എങ്കിൽ ആ 50 കോടി ഇപ്പോൾ ഓവർബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം റെയിൽവേ തിരിച്ചേൽപ്പിച്ച 2 ഓവർബ്രിഡ്ജ് അവിടെ നിൽക്കുന്നുണ്ട്. അതിനുള്ള അപ്രോച്ച് ഉണ്ടെങ്കിലും ഫണ്ട് അനുവദിക്കുകയും മറ്റ് പദ്ധതികൾ കൂടി വിനിയോഗിക്കാനെങ്കിലും തയ്യാറാകുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് ഗൗരവമായി പരിശോധിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നാളിതുവരെയായി ഒരു നടപടിയായില്ല. അപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അത് ഞങ്ങൾ സമർപ്പിച്ചത്. അപ്പോൾ കിഫ്ബിയുടെ പദ്ധതി വ്യാപകമായി നിലനിൽക്ക് നടക്കുന്നു എന്ന് അങ്ങ് പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള നടക്കാത്ത പദ്ധതിയെക്കുറിച്ച് അങ്ങൊന്ന് വിശദീകരിക്കും. സർ, എനിക്ക് ഓഫ് മൈൻഡായിട്ട് പറയാൻ കഴിയില്ല. നിശ്ചയമായിട്ടും കിഫ്ബി CEO-യുടെ കൂടി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇരുന്ന് പരിശോധിക്കാം, അതിന് തടസ്സം ഉണ്ടാവില്ല. അവിടെ എന്താ കൊച്ചിൻ ക്യാൻസർ സെൻ്റർ നടന്നത്? കിഫ്ബി അപ്രൈസൽ ടീം അപ്രൂവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബീമുകൾ ചിലത് ഒഴിവാക്കി, അത് കണ്ടുപിടിച്ചു. അതിനടിസ്ഥാനത്തിൽ കർശനമായ നടപടികളും സ്വീകരിച്ചു. കിഫ്ബിയുടെ നിർദ്ദേശം മറികടന്ന് ചെയ്യേണ്ട രീതിയിൽ നിന്ന് അംഗീകരിച്ച മോഡലിൽ നിന്ന് മാറിയതിൻ്റെ ഫലമായിട്ട് വന്നതാണ്. അല്ല കിഫ്ബി അംഗീകരിച്ച പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനം ചെയ്തിട്ടല്ല. ഇങ്ങനെ ഇനി വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നിരന്തരമായിട്ടുള്ള മേൽനോട്ട സംവിധാനം, ആധുനിക ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ. വിവിധ മണ്ഡലങ്ങളിൽ വിവിധ മേഖലകളിലൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വിവിധ മേഖലകൾ, ഇപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, ജലവിഭവം, ആ തരത്തിൽ പരിശോധന നടത്തി ഇനി പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള പ്രയാസം അങ്ങ് ചൂണ്ടിക്കാണിച്ചു. ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഇക്കാര്യത്തിൽ കുറവുകളുണ്ടെങ്കിൽ അത് പരിഗണിക്കാനായിട്ട് കഴിയുമോ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ മണ്ഡലങ്ങളിലും ഉണ്ട്. കിഫ്ബിയെക്കുറിച്ച് ഒരാക്ഷേപം ഇവിടെ ഉയർന്നു വരാതുള്ളത് രാഷ്ട്രീയ പരിഗണന വെച്ച് വീതം വെച്ചിട്ടുണ്ടെന്നുള്ളത്. തീരദേശ ഹൈവേ ആവട്ടെ, മലയോര ഹൈവേ ആവട്ടെ, അതുപോലെ നീണ്ട റോഡുകളാവട്ടെ, മണ്ഡലാതിർത്തികൾ വെച്ച് നിൽക്കുന്ന കാര്യങ്ങളല്ല.
അല്ലെങ്കിൽ ഇത്ര കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകൾ, എല്ലാ താലൂക്ക് ആശുപത്രികളും മുകളിലുള്ള സ്കൂൾ കോളേജ് ആശുപത്രികൾ എന്ന് പറയുമ്പോൾ എല്ലാ മണ്ഡലങ്ങളും വരുന്നുണ്ട്. അതല്ലെങ്കിൽ ട്രാൻസ്ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മണ്ഡലത്തിൽ വരുന്നതല്ലല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകളായതുകൊണ്ട് ഈ മണ്ഡലാടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിവേചനം നടത്തി എന്ന് കിഫ്ബിയെക്കുറിച്ച് സാധാരണത്തിൽ വിമർശനമില്ല. ഇപ്പം അബ്ദുൽ ഖാർ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു അദ്ദേഹത്തിന് മണ്ഡലത്തിൽ വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഞാനിപ്പോൾ അതിങ്ങനെ ഗ്രാൻഡ് ചെയ്യുന്നില്ല, നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. കാരണം ഒരു സന്തുലനാവസ്ഥയൊക്കെ നോക്കിയിട്ടാണ് പ്രൊജക്റ്റുകൾ വെച്ചത്, നമുക്കത് പരിശോധന നടത്താം. ചോദ്യം നമ്പർ 34 ചോദ്യത്തിൽ കൂടി കിടക്കാം. അത് കിഫ്ബി തന്നെയാണ്. ശ്രീ കെ സുരേഷ് കുറുപ്പ്, ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി. നിലനിൽക്കുന്ന ഏതെങ്കിലും ചട്ടങ്ങളിൽ നിന്ന് സർക്കാരിൻ്റെ അതിന് കീഴിൽ വരുന്ന ഏജൻസിയുടെ പ്രവൃത്തിയിൽ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ പരിധിയിൽ വരുന്ന വിഷയമാണെങ്കിൽ അവ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് CNTG-യുടെ കടമയാണ്. എന്നാൽ സംസ്ഥാന കിഫ്ബി ആക്ട് എന്ന് പറയുന്നത് 2 തവണ സംസ്ഥാന നിയമവകുപ്പ് വിശദമായിട്ട് പരിശോധിച്ച് അംഗീകരിച്ച കാര്യമാണ്. അത് തികച്ചും ഭരണഘടനാപരമാണെന്നാണ് പിരിവിന് നീണ്ട ഉത്തരവാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത്, ഈ കിഫ്ബിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം അതിൻ്റെ പ്രൊഫഷണൽ രീതികളാണ് എന്ന് പറയുന്നു. മസാല ബോണ്ടിൻ്റെ ഭരണഘടനാ സാധ്യതയും CAG ഓഡിറ്റ് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ നിലവിൽ നിൽക്കുന്നുണ്ട്. അതിൽ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, റിസർവ് ബാങ്ക്, CNTG, കിഫ്ബി, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവ കക്ഷിയേർത്തിട്ടുണ്ട്. MR രഞ്ജിത്ത് കാർത്തികേയൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ഹൈക്കോടതിയിലെ കിഫ്ബിയുടെ മസാല ബോണ്ടിന്റെ ഭരണഘടനയെ സാധുതയും CNTG ഓഡിറ്റും സംബന്ധിച്ച് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. റിട്ട് പെറ്റീഷൻ ഉന്നയിച്ച ആവശ്യങ്ങൾ താഴെ പറയുന്നവയാണ്: കിഫ്ബിയെ മസാല ബോണ്ട് പുറപ്പെടുവിക്കുന്നതിനും അവ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും മറ്റേതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതെന്നും വിലക്കുക. നിലവിൽ പുറപ്പെടുവിച്ച മസാല ബോണ്ടിന്റെ വിപണിയിലെ ക്രയവിക്രയങ്ങൾ അവസാനിപ്പിക്കുക. മസാല ബോണ്ട് വഴി സമാഹരിച്ച തുക വിനിയോഗിക്കുന്നതെന്ന് കിഫ്ബിയെ വിലക്കുക. CNTG-യുടെ 2022 പ്രകാരമുള്ള ഓഡിറ്റിന് കിഫ്ബിയെ വിധേയമാക്കുക. കിഫ്ബിയുടെ മസാല ബോണ്ട് ഭരണഘടനാ ലംഘനമാണെന്നും ഇതിന്മേലുണ്ടാവുന്ന സർക്കാർ ഗ്യാരണ്ടി സഞ്ചിയിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് വിലക്കണമെന്നും അപേക്ഷയിൽ പറയുന്നു. അവസാനത്തെ ഈ പിരിവ് ഏതെല്ലാം തരത്തിലുള്ള ഓഡിറ്റിന് ഇത് വിധേയമാകുന്നു എന്നുള്ളതാണ്. അത് ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഉത്തരങ്ങൾ വായിച്ചതായിട്ട് കരുതാം. ശ്രീ കെ സുരേഷ് കുറുപ്പ്. സർ, ഈ CAG റിപ്പോർട്ട് അന്തിമമായി എഴുതുന്നതിന് മുമ്പ് കേരള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ആരാഞ്ഞില്ലെന്നുള്ളതും കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഒരു നിയമപ്രകാരമാണ് ഈ വായ്പകൾ എടുത്തതെന്നുള്ളതും അതിന് റിസർവ് ബാങ്കിൻ്റെ അനുമതി ഉണ്ടായിരുന്നു എന്നുള്ളതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി മേടിക്കേണ്ടതില്ലെന്നുള്ളതും CAG-യെ ഗവൺമെൻറ് പിന്നീട് എപ്പോഴെങ്കിലും അറിയിച്ചോ? അതിന് CAG ഗവൺമെൻറ് എന്തെങ്കിലും തരത്തിലുള്ള മറുപടി നൽകിയിട്ടുണ്ടോ? കിഫ്ബിയുടെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് ഒരു ചർച്ചയും CNTG ഒരു ഘട്ടത്തിലും സർക്കാരിനോട് ഉന്നയിച്ചിട്ടില്ല. ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഒന്നും ഭരണഘടനാ വിരുദ്ധമല്ല. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കേന്ദ്ര സർക്കാരാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത്. അതിപ്പോൾ ബഡ്ജറ്റ് രേഖയോടൊപ്പം ഇത്രയും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഉണ്ടെന്ന് കണക്കും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പരാമർശമല്ലാതെ കിഫ്ബി ആക്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊരു നിഗമനത്തിൽ ഒരു ഘട്ടത്തിൽ എത്തുകയോ ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഇത് എക്സിറ്റ് മീറ്റിംഗിന് വിധേയമായ കരട് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുമില്ല. കരട് റിപ്പോർട്ടിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് മാത്രമാണ്. അങ്ങനെ ഇതെല്ലാം അവസാനിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിയമസഭയിൽ സമർപ്പിക്കേണ്ട റിപ്പോർട്ടിൽ ഏകപക്ഷീയമായിട്ട് 8 പാരഗ്രാഫുകൾ കൂട്ടിച്ചേർക്കുകയാണ്. അത് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പാരഗ്രാഫുകൾ. ഇത് ചെയ്യുന്നതിന് നിയമം CNTG-ക്ക് അനുവാദം കൊടുക്കുന്നില്ല.
സിയാൻഡേജ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമാണ്. പ്ലീസ്. ഇൻഫാക്ട് മധ്യപ്രദേശ് സിയാൻഡേജിയുടെ പ്രസ്താവനയുണ്ട്, പ്രസ്താവനയല്ല അദ്ദേഹത്തിൻ്റെ സമ്മറി. അദ്ദേഹം പറയുന്നത് കരട് റിപ്പോർട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു പാരഗ്രാഫ് കൂട്ടാനേ പാടില്ലെന്നുള്ളത്. അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒന്നായിപ്പോയി ഇത്തരത്തിൽ സിയാൻഡേജ് എടുത്ത നിലപാട്. ക്ഷമിക്കണം, ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കും.